നമസ്കാരം. ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ നാം വളർത്തുന്നതാകുന്നു. ഒരു വീടിന്റെ ആവശ്യത്തിനായും ആ വീടിന്റെ ഭംഗി കൂട്ടുവാനും മറ്റും പലതരം സസ്യങ്ങൾ വളർത്തുന്നതുമാകുന്നു. എന്നാൽ ഇവയിൽ പലതും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ചില സൂചനകൾ നമുക്ക് നൽകുന്നതാണ്. അത് ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമായ സൂചനകളാകാം. എന്നാൽ ഇവയിൽ ചിലതിന് മരണം നടക്കാൻ പോകുന്നതിന് മുൻപ് അത് വ്യക്തമായ സൂചനകൾ നൽകുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇവ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടുള്ളതല്ല. പെട്ടെന്ന് ഒരു മരണതുല്യമായ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. ദീർഘനാളായി അവശതയിലുള്ള വ്യക്തികൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. മരണം നടക്കുന്നതിന് മുൻപ് അഥവാ മരണതുല്യമായ ദുഃഖം വീടുകളിലേക്ക് വന്നു ചേരുന്നതിന് മുൻപ് വീടുകളിൽ പൂക്കുന്നതായ ആ സസ്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ചെടിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കറിവേപ്പാണ്. കറിവേപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പലരും ഇതേക്കുറിച്ച് അറിവുള്ളവരാണ്. എന്നിരുന്നാലും മറക്കാതെ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു വീട്ടിൽ അതിർത്തി തിരിച്ച് മാത്രം നടേണ്ടതായ ഒരു സസ്യം എന്ന പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നൽകുന്നതും അതേപോലെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതുമായ ഇലകളിൽ ഒന്ന് തന്നെയാണ് കറിവേപ്പ്. ചെറിയ പ്ലോട്ട് ഉള്ളവരാണ് എങ്കിൽ വീടിന്റെ അതിർത്തിക്ക് പുറത്ത് മാത്രം വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കാര്യം നിങ്ങൾ ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ കറിവേപ്പ് പൂക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ അതിനു മുൻപ് തന്നെ നിങ്ങൾ ആ പൂവ് ഒടിച്ച് കളയണം എന്ന കാര്യം ഓർക്കുക. പൂക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ മരണതുല്യമായതോ അല്ലെങ്കിൽ മരണം തന്നെ ആ വീടുകളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ അല്ലെങ്കിൽ ബന്ധുവുമായി ബന്ധപ്പെട്ടോ പുല കുളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനമായും മരണതുല്യമായ ദുഃഖമാണ് പരാമർശിക്കുന്നത്, പ്രത്യേകിച്ചും ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അമിതമായി പൂത്താൽ ഉടനെ ഒരു മരണം സംഭവിക്കും എന്നാണ് പറയുക. ആയുസ്സിന് വരെ വളരെ ദോഷകരമാണ്. അമിതമായി പൂത്താലുള്ള കാര്യമാണ് പറയുന്നത്, പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് യൂഫോർബിയയാണ്. ഇംഗ്ലീഷിൽ ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന് ഈ ചെടിയെ പരാമർശിക്കുന്നതാകുന്നു. പല നിറത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് ഈ സസ്യത്തിൽ വിടരുക. പലരും ഇവരുടെ ഭംഗിയാൽ ഈ സസ്യത്തിന്റെ ഭംഗിയാൽ വീടിന്റെ മുൻവശത്തും മറ്റും വളർത്തുന്നവരാകുന്നു. കച്ചവട ആവശ്യത്തിനും ഇവ വളർത്തുന്നതാണ്. എന്നാൽ കച്ചവട ആവശ്യവുമായി ബന്ധപ്പെട്ടല്ലാതെ ഇവ വളർത്തുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് വളർത്താം, അതിൽ തെറ്റില്ല. വൃക്ഷശാസ്ത്ര പ്രകാരം പരാമർശിക്കുകയാണ് എങ്കിൽ മുള്ളുള്ള ചെടികൾ അഥവാ സുഗന്ധം തരാത്തതായ മുള്ളുള്ള ചെടികൾ, അതായത് സുഗന്ധം ഇല്ലാത്ത പുഷ്പങ്ങൾ വിരിയുന്നതായ മുള്ളുള്ള ചെടികൾ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു. ഈ സസ്യങ്ങൾ വളർത്തുന്നത് ആ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം വന്ന് ചേരുവാൻ അഥവാ നെഗറ്റീവ് ഊർജത്തിന്റെ ഉറവിടമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല നല്ല കാര്യങ്ങളും നീണ്ടു പോവുകയോ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ ക്രമേണ കുറഞ്ഞു വരികയോ ചെയ്യാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് മൈലാഞ്ചിയാണ്. പലരും വീടുകളിൽ വളർത്തുന്നു എന്നത് വാസ്തവമാണ്. മൈലാഞ്ചി വളർത്തുന്നത് കൊണ്ട് അവർക്ക് ഉപകാരവുമുണ്ട്, ആവശ്യങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു വീടിന്റെ അതിർത്തിയിൽ വീടിന്റെ സംരക്ഷണത്തിനായി വളർത്തുന്ന ചെടികളിൽ ഒന്നാണ് മൈലാഞ്ചി. ആ കാര്യം നാം ഏവരും ഓർക്കണം. വീടുകളിൽ വളർത്തുന്നതിൽ തെറ്റില്ല, എന്നാൽ വളർത്തേണ്ടത് അതിർത്തിയിലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ ആ വീടിന് സംരക്ഷണം തന്നെ വന്നു ചേരും എന്നാണ് പറയുക. ദേവീപ്രീതിക്ക് ഏറ്റവും ശുഭകരമായ സസ്യങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും മൈലാഞ്ചിക്കുണ്ട്. എന്നാൽ വീടിനോട് ചേർന്നാണ് ഇവ വളരുന്നത് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഇരുവശത്തും ഇവ വളർത്തുന്നതിൽ തെറ്റില്ല, അതും ശുഭകരം തന്നെയാകുന്നു.
എന്നാൽ മൈലാഞ്ചി അധികമായി നിങ്ങളുടെ വീടുകളിൽ പൂക്കുകയാണ് എങ്കിൽ അത് അല്പം ദോഷകരമാണ് എന്ന് തന്നെ പറയാം. ചില ദോഷകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം. മരണതുല്യമായ ദുഃഖം വന്നു ചേരാൻ പോകുന്നു, മരണം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കാം. അത് നിങ്ങളുടെ വീടുകളിൽ തന്നെ ആകണം എന്നില്ല, ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സംഭവിക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും വച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയാം. ഉടനെ തന്നെ ചികിത്സ നേടുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉടനെ തന്നെ ചികിത്സ ലഭ്യമാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് ബോൺസായി ആണ്. പല വീടുകളിലും വളർത്തുന്നു എന്ന കാര്യം ഏവർക്കും അറിയാം. എന്നാൽ ഇത്തരത്തിലുള്ള ചെടികൾ വീടുകളിൽ വളർത്തുന്നത് അതീവ ദോഷകരമാകുന്നു. ചെടികളെയും മരങ്ങളെയും അവയുടെ വളർച്ച മുരടിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത്. വൃക്ഷശാസ്ത്ര പ്രകാരം ഇവ വളർത്തുവാൻ പാടുള്ളതല്ല. ആ സസ്യത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് തന്നെ പറയാം. ഇവ അതിനാൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ മാറ്റേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ ഉടനെ തന്നെ മാറ്റുന്നതാണ് ശുഭകരം എന്ന് തന്നെ പറയാം. ഇവ പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ് എന്ന് തന്നെ പറയാം. അഥവാ പൂത്തിരിക്കുന്നത് കാണുന്നതും അതീവ ദോഷകരമാണ്. ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഇത്തരം സസ്യങ്ങൾ പൂക്കുന്നതിലൂടെ ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം, അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ മരണദുഃഖവുമായി ബന്ധപ്പെട്ട ആ ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. അതീവ ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരം സസ്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന് നാരകമാണ്. പല വീടുകളിലും പൊതുവെ കാണപ്പെടുന്ന ഒരു സസ്യം തന്നെയാണ് നാരകം. എന്നാൽ നാരകം നിങ്ങൾ വീടുകളിൽ വളർത്തുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ആ വീടുകളിൽ ക്രമേണ ദോഷങ്ങൾ വന്നു ചേരുന്നതിനും ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം. വീടിനോട് ചേർന്നാണ് നാരകം വളർത്തുന്നത് എങ്കിൽ അത് ദോഷകരമാണ്. ഇത്തരത്തിൽ വളർത്താൻ പാടില്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ തന്നെ ഇവ ഇത്തരത്തിൽ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ പ്രധാനമായും ഗൃഹനാഥന് ദോഷം വന്നു ചേരും. ആ വീട്ടിൽ ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കും. പ്രധാനമായും മരണദുഃഖതുല്യമായ ഫലങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്നോർക്കുക. നാരകം അതിനാൽ വളർത്തുന്നത് ഏറ്റവും ദോഷകരമാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ വീട്ടിൽ നിന്നും അല്പം നീങ്ങി മാത്രമേ നാരകം വളർത്താൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്കുനാൾ ദോഷങ്ങൾ വർദ്ധിക്കുന്നതിനും വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും. മനസമാധാനം പോലും നഷ്ടപ്പെടാം. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. മറ്റൊന്ന് പപ്പായയാണ്. കൊപ്പയ്ക്ക ഇത്തരത്തിൽ നിരവധിയാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യം തന്നെയാണ് പപ്പായ. പപ്പായ മരം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അല്പം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമേ നൽകൂ. ഇവയുടെ മരം വീടിന്റെ മുകളിലേക്കായി വളരുന്നത് ദോഷകരമാണ്. വീട് കഴിഞ്ഞ് ഇവ വളരുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക മരണതുല്യമായ ദുഃഖമാകുന്നു. പ്രധാനമായും ആ വീടുകളിൽ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ, മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരേപോലെ സംഭവിക്കണം എന്നില്ല. ക്രമേണ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നെഗറ്റീവ് ഊർജം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് പ്രധാനമായും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ബാധിക്കും എന്ന് തന്നെ പറയാം. മനസമാധാനം പോലും നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ ഗൃഹനാഥയ്ക്ക് സംഭവിക്കാം. പല രീതിയിലുള്ള മനക്ലേശങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ അതീവ ദോഷകരമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പപ്പായ മരം വീടുകളിലുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങളിൽ അമിതമായി പൂക്കൾ ഉണ്ടാകുന്നത്
ഫലങ്ങൾ ഉണ്ടാകുന്നത് അപകടകരം തന്നെയാണ്. അതായത് അമിതമായി എന്ന കാര്യം ഓർക്കുക. നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരെയധികം ഫലങ്ങൾ, പൂക്കൾ വരികയാണ് എങ്കിൽ അത് അത്ര ശുഭകരമാകണം എന്നില്ല. പ്രധാനമായും നാരകം വീടിനോട് ചേർന്ന് നിന്ന് വളരെയധികം പൂക്കുന്നത് അത്ര ശുഭകരമല്ല. ആ കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരത്തിൽ പൂക്കുന്നതിലൂടെ ആ വീടുകളിൽ ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും മരണതുല്യമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ചെയ്യേണ്ടതായ പരിഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക. നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കും എങ്കിൽ ഏറ്റവും ശുഭകരം. സാധിക്കാത്തവർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസവും ഇന്നേ ദിവസം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ മലയാള മാസം 1-ാം തീയതിയും നടത്തുവാൻ ശ്രമിക്കുക. വീടുകളിൽ നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും നിത്യവും 108 തവണ ജപിക്കുക. ഒരേ സ്ഥലത്ത് ഒരേ സമയത്തിരുന്ന് ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിലാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ കാര്യം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട്.